ആ എടാ ഞാൻ ഒരു മീറ്റിങ്ങിലാണ്. ആ പിന്നെ വിളിക്ക്. ഒന്നാട് അടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ. അയ്യോ എന്താണത്? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏലസി ചട്ടിയാക്കി വന്നിരിക്കണല്ലേ? രണ്ടെണ്ണം കൂടി കൊടുക്കും സാറേ. അപ്പൊ തത്ത പറയും പോലെ പറയൂ. ആ പറ. പറയല്ലേടോ. എങ്ങനെയുണ്ട് കണ്ടില്ലേ? മറ്റേ മോനെ, എസ് ഐ രാജനെ നിനക്ക് ശരിക്കും അറിയില്ല. ഇതിന്റെ പുറകിൽ ആര് യന്ത്രം നീ ഇപ്പൊ പറഞ്ഞോ? ഇല്ലെങ്കിൽ അടുപ്പി കയറ്റി പോങ്കാടി ഇടിക്കും ഞാൻ. അടുത്ത മുറ വേറെയാണ്. ഇനി ഉരുട്ടി സാറേ. അപ്പൊ സത്യം പറ സാറേ. എല്ലാത്തിനും പിന്നിൽ പറയും സലാപ്പിലാണ് സാറേ. കർത്താവി, ഇത് പുതിയൊരു ടിസ്റ്റ് ആണല്ലോ. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ അല്ലേ? കപ്പലില്ല സാറേ. ഇവൻ നുണ പറയുക. ഇവൻ കള്ളനാ. കള്ളൻ ആരെന്ന് കണ്ടുപിടിക്കാനാണല്ലേ വർഗീസ് സലാപ്പ ഞാനിത് ഇവിടെ ഇട്ടോണ്ട് നിക്കണം. അല്ലാതെ ചെരക്കാനല്ലല്ലേ. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ജോർജ് സാർ, അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ? നീ പോലീസ് ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? നീ എസ് ഐ രാജനെ ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? എങ്ങനെയാ ഉരുട്ടല്? എങ്ങനെയാ? കളി എന്നോടാ. ഓരോന്ന് എണ്ണി എണ്ണിപ്പറ. വേറെ ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന്? നിന്റെ പെൺവാണിപ്പ റാക്കറ്റിന്റെ പുറകിൽ ആരാണ്? സാറേ ഒളിക്കാൻ കൊണ്ട് ഇട്ടിക്കഴിഞ്ഞാൽ തത്ത പറയണല്ലോ ഞാൻ പറയും. അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരല്ലേ? ഇത് കഴിഞ്ഞിട്ട് മതി, പതുക്കെ മതി. ഇതിന്റെ പുറകിൽ നിന്നെല്ലാം കളിച്ചിട്ട് ഒരു പാവത്തിനിടിക്കുമ്പോ നീ ഇന്ന് പ്രോത്സാഹിപ്പിക്കണല്ലേ? നീ പറയില്ലല്ലേ? അതാണ് ഞാൻ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചത്. നീ പറ. ചോദിക്കുമ്പോ പൂമരം പാട്ടുപാടി നീ പുളുത്താൻ നിൽക്കണ പുളുത്താനെ. ഈ താടിക്ക് കുടിക്കിട്ടവനും ഉണ്ടായിരുന്നു 40 പേരില്. ഇയാളാണ് ശരിക്കും മുതലാളി. കളസോട്ട കള്ള കളവാ. അപ്പൊ താനാണ് ഇതിന്റെ തലവനല്ലേ? കൂടെയുള്ള മറ്റൊരെന്തി? ബസ്സിലുണ്ട് സാർ. അത്യാവശ്യമായിട്ടൊന്ന് കൊടൈക്കനാൽ വരെ പോകാൻ ഇറങ്ങിയതാ. ഓ, പുതിയ മെത്തേഡാണ്. ടൂർ പ്ലാൻ ചെയ്ത് പെൺപാണി. ജോർജ് സാർ, പെട്ടെന്ന് വരി. എന്താ സാർ? ഇവൻ നമ്മുടെ കൊടയണ കനാലൊന്ന് കാണിച്ചു കൊടുക്കി. നല്ല പ്ലേസ് ആണ് കേട്ടാ. നമുക്കും പോയാലോ? എവിടാ? കൊടൈക്കനാല്. ഊട്ടി ഉണ്ടല്ലോ. പോണോ? അങ്ങോട്ട് നടക്കടാ. വാ. മാറില്ല. മിസ്റ്റർ രാജൻ, സതീശൻ പൂങ്കാവൻ അല്ലേ? നമുക്കൊരു ചർച്ച കൂടെ ആയല്ലോ. അയ്യോ സാറേ, എനിക്കതിനുള്ള ആവതില്ല സാറേ. നീ എന്നെ അവിടെ വെച്ച് എത്ര തവണ പ്യാരെടുത്ത് വിളിച്ച്? ഒരു പ്രാവശ്യമായിട്ട് വിളിച്ചു തോന്നുന്നു. ഇല്ല സാറേ, 2 പ്രാവശ്യം ഞാൻ കേട്ടതാ. ഇല്ല സാറേ, 2 അല്ല 3 പ്രാവശ്യം. കൊറേ വിളിച്ചല്ലേ? അപ്പൊ പിന്നെ ശരിയാക്കി സാറേ. ചിരിക്കണ. അയ്യോ ചിരിച്ചല്ല, കരനാണ് സാറേ. നിനക്കൊക്കെ എണ്ണൊക്കെ കൃത്യമായിട്ട് അറിയാലടാ ദുഷ്ടന്മാരെ. ഡോക്ടർ അമ്പിളി മുങ്ങിയ പോലെ മുങ്ങിയ മതിയായിരുന്നു. ഇതിപ്പോ എന്തായാലും 14 സാത്ത് കിടക്കും. ഞാനൊരു കളി കളിച്ചു നോക്കാം. ചെല്ലേ. അവന്റെ പേരാ പ്രമുഖരുടെ പട്ടികയിൽ എഴുതിയത്. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് മാറി നിലടാ. സാറേ, ഇവൻ കുറ്റമെല്ലാം സമ്മതിച്ചു സാർ. എങ്ങനെ? എന്റെ ബുദ്ധിപരമായ ചില ചോദ്യം ചെയ്യലിലൂടെ ഇവയെല്ലാം സമ്മതിച്ചു സാർ. ഇവനിപ്പോ എന്തിനു പറയണത്? സാറേ, ഇവന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇവൻ അവിടെ അറിയപ്പെടുന്നത് ഉസ്താദ് മാർട്ടിൻ എന്നാണ്. ഇവന്റെ അപ്പനപ്പൂപ്പന്മാര് ചേർന്ന് തുടങ്ങിയ ബിസിനസ്സാണ്. ഇപ്പൊ ഇവനാ നോക്കി നടത്തുന്നത്. തന്നടേ? അല്ലേടാ. ഇത് 2 2ആയിട്ട് എഴുതിയത്. ബാക്കിയെല്ലാം പ്രതിപട്ടി ചേർത്താ മതി. ശരി സാർ. വാടാ. ഇനി നിനക്കെന്തിര്? സാറേ, ഇത് കേസാകരുത് സാറേ. വലിയ പുണ്യപ്രവൃത്തിയാണല്ലേ ചെയ്തത്. നിനക്ക് താലപ്പൊടി എടുത്ത് ഞാൻ ആദരിക്കാം. അതല്ല സാറേ. പിന്നെ എന്തിരടേ? സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല സാറേ ഇത്. പിന്നെ ഇവര് കാമുകന്മാരാ സാർ. ഇവര് കാമുകന്മാര്? ഇവർക്ക് എന്തിനാ കൂതറ ലോഡ്ജിലെ പരിപാടി? അത് പിന്നെ സാറേ, ഇവരെന്റെ നാട്ടുകാരനാ സാറേ. ഇവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പെട്ടെന്നായിരുന്നു ഇവന്റെ കല്യാണം നിശ്ചയിച്ച്.
വേറൊരു വഴിയില്ലാതെ കല്യാണത്തിന്റെ തലേദിവസം ഇവൻ ഒളിച്ചോടി വന്ന താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്തോണ്ടാ സാറേ. അതുകൊണ്ടാ ഒരു ദിവസത്തേന് ഇവിടെ താമസിപ്പിക്കാന്ന് കരുതിയത്. നാളെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും. സാറേ പ്ലീസ് സാറേ സഹായിക്കണം. അങ്ങോട്ട് മാറില്ല. ഇവൻ ഇത്ര നേരം പറഞ്ഞൊക്കെ നേരി തന്നെ. നീ എന്തിനാ ചൂച്ചണത്? സാറേ പേടിച്ചിട്ടാ സാറേ, ഗ്യാസിന്റെ. നിന്റെ ഗ്യാസ് ഞാൻ മൊത്തമായിട്ട് അയച്ചു വിടണുണ്ട് കേട്ടാ. നീ വെയിറ്റ് ചെയ്യ്. പറയടാ. ശരി സാർ. ആണോടി? അതെ സാറേ. പക്ഷെ നിന്റെയൊക്കെ മുഖത്ത് കള്ളലക്ഷണം ശരിക്കായിരുന്നു കളിക്കുന്നുണ്ടല്ലോ. അത് സാറ് പോലീസ് ആയിട്ട് തോന്നണേ സാറേ. കള്ളല്ല സാറേ, സത്യ. ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിലെ നമ്പർ പറയും. അയ്യോ എന്തിനാ സാറേ? നിന്റെ തന്തയുടെ നമ്പർ പറയടാ. 9349146314. പിന്നെ നിന്റെ അച്ഛൻ നമ്പർ പറയും. സാറേ എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല. പിന്നെ നീ എങ്ങനെ ഉണ്ടായി? അതല്ല സാറേ, ഞങ്ങൾക്ക് ആകെയുള്ളതൊരു അമ്മാവനാ, കോമളമ്മാവൻ. അമ്മാവനാ ഞങ്ങളെ കാര്യമൊക്കെ നോക്കി നടത്തുന്നത്. ആ കോമളെങ്കിൽ കോമളൻ നമ്പർ പറയും. 9344684361. 4361. ഇതിനകത്ത് കയറി കയറാ നീ. ഇനി എന്തിനു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നിട്ടെന്തായി? എന്നിട്ടെന്താവൻ നടക്കേണ്ടതൊക്കെ മുറ പോലെ നടന്നു. നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾ തന്നെയാണ് മക്കളുടെ ജീവിതം കോഞ്ഞാട്ടാക്കി ആത്മഹത്യയുടെ വക്കീലെത്തിക്കണത്. സാറേ എല്ലാത്തിനും കാരണക്കാരെന്താ ഇവനാ. ഞാനോ? ആദ്യം ഇവൻ എന്റെ മോളുടെ പുറകെ നടന്നു. ഭാഗ്യത്തിന് അവള് രക്ഷപ്പെട്ടു. ഇപ്പതാ എന്റെ മോന്റെ പുറകെ നടക്കുകയാണ് അവന്റെ ഭാവി നശിപ്പിക്കാനായിട്ട്. നീ പകപോക്കാണല്ലോടാ. സാറേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പറ. എല്ലാത്തിനും കാരണക്കാരൻ്റെ ഇവനാണ്. ആദ്യം മോളുടെ പുറകെ നടന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇപ്പൊ മോന്റെ പുറകെ നടക്കുക അവനെ നശിപ്പിക്കാനായിട്ട്. നീ പകപോക്കാണല്ലേടാ? അല്ല പിന്നെ സാറിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നത്. ഇത് തന്നെ അല്ലേടോ? അതിനെന്നാ? അതെ, പകയൊക്കെ പിന്നെ വിട്ട. ആദ്യം സാറ് ചോദിച്ചതിന് ഉത്തരം പറ. അക്കാര്യൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ, എല്ലാം ഇവന്റെ പ്ലാനിങ്ങാ. അങ്ങനങ്ങ് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ മണിമൂഞ്ചിന്റെ അച്ഛ? ശരിയാണ് സാറേ, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കല്യാണ തലേന്ന് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയതാണ് ഇവൻ. നീ എന്താ ഈ കാര്യം വീട്ടിൽ പറയാത്ത? അത് പേടിച്ചിട്ടാ സാറേ. ആര്? വീട്ടുകാരെ. നീ എന്തിനാ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? പറയടാ. അത് പിന്നെ അമ്മ നിങ്ങളിവിടെ സ്വീകരിച്ചില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടാ. ആര് പറഞ്ഞടാ ഞങ്ങൾ ഇവളെ സ്വീകരിക്കില്ലെന്ന്? വേറെ ആരും സ്വീകരിച്ചില്ലെങ്കിൽ ഇവളെ ഞാൻ സ്വീകരിക്കുമായിരുന്നടാ. തങ്കക്കുടം പോലെ ഇരിക്കുന്ന ഇവളെ ആര് വേണ്ടെന്ന് പറയും? അണ്ണാ ഈ ഡയലോഗിനെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നീലേ പറമ്പിന്റെ ആൽമീടടാ. സാറേ ഞങ്ങളിപ്പോ ഇനി എന്ത് ചെയ്യണോന്നാ സാറ് പറയുന്നത്? കല്യാണം അല്ലേ? ആരുടെ? ആരുടെ? ദേ നിന്റെ ഇവളുടെ. ഇവിടെ വെച്ച് എന്റെ മുന്നിൽ വെച്ച്. അതൊന്നും നടക്കൊന്നുമില്ല. അതെന്തിനു നടക്കാത്തത്? അത് പിന്നെ സാറേ ഇപ്പൊ രാഹുകാലത്ത് ശുപാർശ ചെയ്യാൻ കൊള്ള. ശരിയാ. നീ മിണ്ടരുത്. എന്റെ മകന്റെ ഏറ്റവും വലിയ രാഹു നീയാ. രാഹുകാലല്ല, ഷിബുകാലം. ഗംഗാധരണ്ണ നിങ്ങളൊന്ന് അടങ്ങി. നമുക്ക് ഈ രാഹുകാലം കേട്ട് നടത്തിയാൽ മതിയില്ലേ? അയ്യോ അപ്പൊ പിന്നെ ഞാൻ എന്നാ ചെയ്യും? തനിക്കെന്തിന്? അല്ലെ കാശ് വാങ്ങിച്ചവരോടൊക്കെ? കാശ? അല്ല ഈ പന്തലിനും മുളയ്ക്കും ഒക്കെ ഉള്ള കാശേ. പന്തലും മുളൊക്കെ അവിടെ നിൽക്കട്ട്. ഇവളെ ഇവൻ തന്നെ കെട്ടും. സാറേ പറ്റില്ല സാർ, അതെനിക്ക്. കാര്യം പറ സാറ്. അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഏതെങ്കിലും ഒരു ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഞാൻ തല്ലിയിട്ടുള്ളൂ. സത്യത്തിന്റെ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു കാരണവരുടെ സാധനമുണ്ട്. അതാരാ സാറേ? നല്ല പരിചയം. ഒന്നും പേടിക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. എക്സ്ക്യൂസ് മീ സാർ. അത് പിന്നെ സാറേ സാർ വിചാരിക്കണ പോലെ ഇവരൊന്നും ഈ ദൈവങ്ങളുടെ മുന്നിൽ വെച്ചൊന്നും കല്യാണം കഴിക്കൂല സാറേ. ആരുടെ മുന്നിൽ വെച്ച്? ഈ ദൈവത്തിന്റെ മുന്നിൽ വെച്ച്. പക്ഷെ ഏത് ദൈവം എന്നാണ് പിടുത്തം കിട്ടാത്ത. ഫാദർ ഓഫ് നാഷൻ നിനക്ക് അറിയില്ലല്ലേ? സോറി സാർ, ഫാദറിന്റെ അറിഞ്ഞില്ല സാർ. അങ്ങോട്ട് പറയണ്ട ജോർജ്. സാർ ആരെ വിട്ടാലും ഈ കാട്ടുമാക്കാനെ മാത്രം വിടരുത് കേട്ടോ. രണ്ടുപേരും ചരിത്രം ശരിക്കും പഠിപ്പിച്ചു വിടാൻ. റൂം അറിയാലോ? അങ്ങോട്ട് മാറിക്ക്. അപ്പൊ പറയും
എന്തിനു തീരുമാനം? കല്യാണം നടത്തണം തന്നെ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അത് ഇവിടെ വെച്ച് വേണ്ട സാറേ. അതെന്തിരി? നിനക്ക് ആ ഫോട്ടോയിൽ കണ്ട മഹാനം മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാമോ? പിന്നെ ആരാ? പറഞ്ഞൊരു പൈൻ്റ് വെച്ചാൽ പറ്റും. പന്ത്രണ്ട് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നീ എവിടെ വാങ്ങിച്ചേ? നാട്ടിൽ പേര് കേട്ട കുടുംബം ഞങ്ങളുടേത്. അതിലും പേര് കേട്ട കുടുംബം ഞങ്ങളുടെ. മാത്രല്ല ഒരുപാട് ബന്ധുക്കളുണ്ട്. ബന്ധുക്കള് ഞങ്ങൾക്ക് ഈ കുറവാ. ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് ആഘോഷപൂർവ്വം ഇവന്റെ കല്യാണം നടത്തണമെന്ന എൻ്റെ ഇവളുടെ ആഗ്രഹം. ദയവ് ചെയ്ത് സാറ് എതിരൊന്നും പറയരുത്. ഇനിയിപ്പോ ഞാൻ സമ്മതിച്ചെന്നിരിക്കട്ടെ. പിന്നീട് ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്തൊരു ഉറപ്പ്? അത് സത്യം. ആ ഉറപ്പ് ഞാനാണ് സാർ. സാറിന് എന്നെ വിശ്വസിക്കാം. മാമൻ എന്തിനു പറയണത്? ഡേയ്, എന്നാ മോനെ? നിങ്ങൾ മാമന്റെ അഭിപ്രായം പറയും. ഇനി എന്നാ മാമൻ? എന്റെ പൊന്നു സാറേ, ഞാൻ എന്നാ പറയാനായിട്ടാ? കുടുംബം നോക്കാൻ വേണ്ടിട്ട് എന്റെ കൊച്ചി രാപകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുക. ആ കഷ്ടപ്പാടിന് ഒരു അറുതി വന്നെങ്കിലും അവൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലേ, അത് തന്നെ വലിയ പുണ്യം. പിന്നെ ഇദ്ദേഹത്തെ പോലുള്ള വലിയ മനുഷ്യന്റെ അഭിപ്രായം അതും ശരിയായിരിക്കും. ഞങ്ങൾക്ക് സമ്മാണ് സാറേ, അതും 100 വട്ടം. അല്ലേ മോളെ? അതെന്താ മാമ അങ്ങനെ? മാമന്റെ വാക്ക് ഞാൻ എന്തെങ്കിലും ധിക്കരിച്ചു കേട്ടല്ലോ. ഞങ്ങൾക്ക് സമ്മാണ് സാറേ. ഇനിയിപ്പോ ഞാൻ എന്തിനു പറയാൻ? ഇരു കൂട്ടര് സമുദായ സ്ഥിതിക്ക് അങ്ങനെ തന്നെ നടക്കട്ടെ. അതെ അതെ. പിന്നെ ആ, ഇതിനകത്തൊരു പ്രശ്നം വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് എൻ്റെ വാക്കാ സാറേ. ഇനിയിപ്പോ ഇത്ര കേസ് സ്ഥിതിക്ക് ഞാൻ എന്തിനു പറയാം? നിങ്ങൾ ചെല്ലി. ഓ, ഹാപ്പി മാരീഡ് ലൈഫ്. സാർ ആളെ പിടുത്തം കിട്ടി. ആര്? ചട്ടമ്പി സ്വാമികൾ. ആണോ? ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ അല്ലേ? ജോർജ് സാർ. അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടെ വരാം. ഇത്ര കാലം ഈ ലോഡ്ജിൽ ഒരു പെണ്ണ് കയറിയിട്ടില്ല. എന്നെ ദിവസം നീട്ടി വിട്ടോണ്ട് ചവട പറ്റി പാമ്പ് കുത്തുന്നതില്ല. ഷിബു അണ്ണാ, നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ തടഞ്ഞത്? നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ അവളെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വെച്ച് കല്യാണം കഴിക്കണ്ടേ? അവളെ കെട്ടനേക്കാളും ഭേദം ചാവണതാ. അങ്ങനെ അങ്ങനെ ചാവണ്ടിയ നാടിന്റെ പേര് എഴുതി വെച്ച് ഞാൻ ചാവും. നോയിക്കോ. ഓ പിന്നെ ഞാൻ ആ സ്റ്റേഷനിൽ വെച്ച് തടഞ്ഞിലേ കാണായിരുന്നു. ഒന്നെങ്കിൽ നീ അവളെ കെട്ടണ്ട വന്നേനെ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ്ട വന്നേനെ. നിങ്ങൾ എന്തായി പറയണ ഷിബു അണ്ണാ? അവിടെ അച്ഛൻ SIക്ക് വാക്ക് കൊടുക്കണ കേട്ടല്ലേ? അടുത്ത ശുഭമുഹൂർത്തത്തിൽ എന്നെ പിടിച്ച് കെട്ടിച്ചോളാന്ന്. എടാ പൊട്ട, ആ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത് മാത്രമായിരുന്നു നമുക്ക് റിസ്ക് ഉള്ള പരിപാടി. അതെന്തായാലും ഭംഗിയായിട്ട് നടന്നു. ഇനി കെട്ടണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അപ്പോ അച്ഛനോട് SIയോട് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ പുതിയൊരു തിരക്കഥ തയ്യാറാക്കും. ബ്രഹ്മാവനാണോടാ ആയുസിന് പഞ്ഞം. അപ്പോ പ്രശ്നമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കടാ. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ പോയി ഒന്ന് കാണണം. നമ്മൾ കാശൊക്കെ കൂടുതൽ കൊടുക്കുന്നില്ലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കണം. 5 മിനിറ്റ്, ഒരു 3 നീ ഒരു ചിരിപ്പിക്കാണ്ട് വന്നു. മിനിറ്റ് നിന്നിട്ട് ചോദിക്കണം പ്ലീസ്. ആ ശരി, ഞാൻ വിളിക്കാം. വന്ന് കാണാത്തോണ്ട് ഒന്നും വിചാരിക്കരുത്. ഹേ, അങ്ങനെയൊന്നുമില്ല. അല്ല, കുടിക്കാൻ വല്ലതും പറയട്ടെ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്നത് ഇതാ ഇത് തരാൻ വേണ്ടിട്ടാ. എന്താ ഇത്? കുറച്ച് കാശാ, പറഞ്ഞതിലും കൂടുതലുണ്ട്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇതല്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്ത് സന്തോഷം? അല്ല, അന്ന് പോലീസ് സ്റ്റേഷനില് സിന്ധു ഞങ്ങളുടെ കൂടെ നിന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ നമ്മളൊക്കെ. ഓ, അതാണോ? അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, എനിക്കും കൂടെ വേണ്ടിയാ. പോലീസ് കേസൊക്കെ വലിയ തൊല്ലയാന്നേ. അയ്യോ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ. പ്ലീസ് വാങ്ങണം. ഹേയ്, ഇത് അതുകൊണ്ടൊന്നുമല്ല. അന്നത്തെ ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ അന്നത്തോടെ ആ തൊഴിലങ്ങിയെ നിർത്തിയോ? ആ സംഭവം നടന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ദേഷ്യവും വെറുപ്പും വിഷമം ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എനിക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ടായെങ്കിലും ഞാൻ കാരണം ഒരാളുടെ ലൈഫ് നന്നായിട്ട് മാറിയില്ലേ? സന്തോഷമുണ്ട് കുട്ടി. എൻ്റെ ആ സന്തോഷം ദേ ഈ പൈസയിൽ അടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ട് കുട്ടി ഈ പൈസ വാങ്ങിക്കണം പ്ലീസ്. എനിക്ക് വേണ്ട. അയ്യോ, ഞങ്ങളെ കന്യരായിട്ട് കാണല്ലേ, കുട്ടി വാങ്ങിക്കൂ പ്ലീസ്. അതുകൊണ്ടല്ല ഞാൻ വാങ്ങാത്തത്. പിന്നെ അത് പിന്നെ അത് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്തുനിന്ന് ഞാൻ എങ്ങനെയാ കാശ് വാങ്ങുന്നത്? ആരെ കല്യാണം കഴിക്കണ ആരും? ഞാൻ ചേട്ടനെ. അപ്പൊ നിന്റെ ഉദ്ദേശം എന്താടി? കല്യാണം, അതും ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില്. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില. അതെ, നീ ആ പള്ളി പോയി പറഞ്ഞാ മതി കേട്ടാ. പള്ളിയിലൊന്നും പോവാൻ വയ്യ. പിന്നെ കേറി ശീലമില്ല അന്നേ. കേറി ശീലമുള്ള ഒരു സ്ഥലമുണ്ട്. എവിടെയാ അത്? പോലീസ് സ്റ്റേഷൻ. അവിടെ പോയി SIയോട് പറഞ്ഞോളാം. പോരെ? അപ്പൊ നീ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ? അപ്പൊ നീ ബ്ലാക്ക് മെയിൽ ചെയ്തല്ലേ അടങ്ങൂ. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എടി, നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഈ ലോകത്ത് വേറെ എന്തോരം ആമ്പിള്ളേരെ കിട്ടും. ഈ വേട്ടാളെ തന്നെ വേണം നിനക്ക് നിർബന്ധമുണ്ടോ? ചെറുപ്പനാണ് മോളെ. നീ വേണമെങ്കിൽ ഇവൻ നിനക്കൊരു ജീവൻ തരും. ഷിബു എന്നായി പറയുന്നേ? എവനെങ്കിലും ഒക്കെ കെട്ടി ജീവിതം തുടങ്ങാനാന്ന് എനിക്ക് എന്നേ ആവായിരുന്നു. പിന്നെ ഇവനെ പോലെ ഒരു കാട്ടുമക്കനെയൊക്കെ ആർക്ക് വേണം? ഇനി പുതിയൊരു ജീവിതം ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് റാണിയായിട്ടായിരിക്കും, മഹാറാണിയായിട്ട്. അതിനെനിക്ക് കാശ് വേണം. അതിന് നീ വിചാരിക്കുന്ന പോലെ ഇവൻ വലിയ മഹാരാജാവൊന്നും അല്ല. ഇവൻ മഹാരാജാവൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവൻ ചെറിയൊരു കോടീശ്വരനാ. ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ കൂടെ കൊണ്ടു നടക്കാനാണെങ്കിൽ സുന്ദരനല്ലേ എന്റെ ചേട്ടൻ. വേറെ എവിടെ കിട്ടും എനിക്കിതുപോലത്തെ ഒരു ഭാഗ്യം? അവളുടെ ഒരു ഭാഗ്യം. എടിപുല്ലേ, നിനക്ക് അറിയില്ല ഈ മനുവിനെ. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ഉറക്കിക്കെടുത്തിരിക്കുന്ന ഒരു മൃഗമുണ്ട്. അതിനെ വെറുതെ എണീപ്പിക്കരുതേ. ആ മൃഗത്തെ എനിക്കറിയാം. ഇനി അഥവാ അത് എഴുന്നേറ്റാലും അതിനെ ഉറക്കാനും അറിയാം. എടാ, നീ അതിനിടയ്ക്ക് അതുപോലെ കാണിച്ച പിന്നെ അവള് പറഞ്ഞോ? അവള് കള്ളം പറഞ്ഞടാ. എന്താ തന്ത്രം മെനയാണോ? അല്ല, ഞങ്ങളൊരു സുപ്രധാന കാര്യം ചർച്ച ചെയ്തതാ. എന്ത് ചർച്ച? അല്ല, നിങ്ങളിപ്പോ ഇവനെ കെട്ടിയാലും നിങ്ങൾ ആയിരിക്കുന്ന ഒരു ജീവിത സുഖം എന്തായാലും ഇവന് തരാൻ പറ്റില്ല. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നല്ലേ? ഓ, അത് കുഴപ്പമില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യ്. അപ്പൊ ശരി, ഞാൻ വരട്ടെ. അല്ല,